ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ജീമ എഴുതിയിരിക്കുന്നതിന് മേലാണ് വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് ജീമ. യഥാർത്ഥ പേരല്ല. എനിക്കിപ്പോൾ 29 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 4.5 വർഷമായതാണ്. അക്കൗണ്ടൻസി പഠിച്ചിട്ട് ഞാനൊരു അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അച്ഛൻ ഒരു ബിസിനസ്സുകാരനായിരുന്നു. ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ ആ ബിസിനസ്സൊക്കെ പൊട്ടി പാപ്പരായി ജീവിക്കുകയാണ്. വളരെ കുറച്ച് പണം മാത്രമേ ഉള്ളൂ. ഞാൻ പോയിക്കൊണ്ടുവരുന്ന ആ ഒരു ജോലിയുടെ ശമ്പളമായിരുന്നു വീട്ടിലെ വരുമാനം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. എൻ്റെ അനിയനുണ്ടായിരുന്നു. അവൻ തീരെ ചെറുപ്പമായിരുന്നു അന്ന്. ആ സമയത്താണ് എനിക്ക് വിവാഹാലോചന വന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ലെന്ന്. പക്ഷേ എൻ്റെ അച്ഛൻ എന്നെ ഒത്തിരി നിർബന്ധിച്ചു. മോളെ, പാവം ചെക്കനാണ്, അതുമാത്രമല്ല നല്ല പൂത്ത പണമുള്ള വീട്ടിലാണെന്ന്, നമ്മുടെ വീട് രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് അമ്മയും അച്ഛനും നിർബന്ധിച്ചു. എന്നെ ഒരു വട്ടം പെണ്ണ് കാണാൻ വേണ്ടി എൻ്റെ ഭർത്താവ് വന്നിരുന്നു. എനിക്ക് പക്ഷേ അദ്ദേഹത്തെ ഇഷ്ടമായില്ല. അതിന് കാരണം കേട്ടുകഴിഞ്ഞാൽ മാഡം ചിരിക്കും. എൻ്റെ ഭർത്താവ് ജിമ്മിൽ പോയി നല്ല ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കട്ട ശരീരമുള്ള മനുഷ്യനാണ്. എല്ലാ പെണ്ണുങ്ങൾക്കും അങ്ങനെയുള്ള ആണുങ്ങളെ ഇഷ്ടമാകുമ്പോൾ എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ പേടിയാണ്. അതിന് കാരണം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നടന്നൊരു സംഭവമാണ്. 6:30 ആയപ്പോൾ രാവിലെ പാല് വാങ്ങാൻ വേണ്ടി ഞാൻ അടുത്തൊരു വീട്ടിൽ പോയതാണ്. ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് ഏകദേശം 1/2 കിലോമീറ്റർ അകലെയായിരുന്നു ആ വീട്. അപ്പോൾ അവിടെ പാല് മേടിക്കാൻ പോയി കഴിഞ്ഞപ്പോഴില്ലേ മാഡം, ജിമ്മിൽ വെളുപ്പിനെ പോയിട്ട് വന്ന ഒരു ചെക്കനാണ്. അവൻ എന്നേക്കാൾ ഒരു 5-6 വയസ്സിന് മൂത്തതാണ്. അങ്ങേരും ഇതുപോലെ കട്ട ശരീരമാണ്. അങ്ങേർ സൈക്കിളും കൊണ്ട് വന്നു. ഞാനാണെങ്കിൽ വഴി മാറിക്കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അയാൾ എന്നെ കടന്നു പിടിച്ച് ചുംബിച്ചു. അത് കഴിഞ്ഞ ശേഷം എനിക്ക് വലിയ പേടിയായിരുന്നു. ഞാൻ ഓടി രക്ഷപ്പെടുകയാണ്. വേറൊരു ദിവസം അയാൾ എന്നെ ചില കാര്യങ്ങൾ പ്രദർശിപ്പിച്ചു. അന്ന് ഞാൻ ആദ്യമായി കണ്ടു. അപ്പോഴേക്കും എനിക്ക് വല്ലാത്ത പേടിയായി. പെരുമ്പാവിനെ കണ്ടപ്പോഴുള്ളൊരു പേടിയായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ഞാൻ എൻ്റെ അച്ഛനോട് പറയുകയും അച്ഛൻ ആ ചെറുക്കനെ വാൺ ചെയ്യുകയും ചെയ്തു. പക്ഷേ എന്ന് വെച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞില്ല. കണ്ട കാര്യങ്ങൾ ആരും പറയാതെ പേടിയായി എൻ്റെ മനസ്സിൽ കിടന്നിരുന്നു. അതോടുകൂടി പുരുഷന്മാരുടെ അടുത്ത് പോകരുത്, വിവാഹം വേണ്ട എന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. വിവാഹത്തോടെ എനിക്ക് നല്ല ഭയമുണ്ടായിരുന്നു. 2 വർഷത്തോളം അച്ഛൻ നിർബന്ധിച്ച ശേഷമാണ് എൻ്റെ വിവാഹം നടന്നത്. ഭർത്താവ് ജിമ്മിൽ പോയി കട്ട ശരീരമായിട്ടിരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അതായിരുന്നു എൻ്റെ പേടി. അങ്ങനെയുള്ളവർ അതിശക്തരാണെന്നും ഞാൻ പണ്ട് കണ്ട പെരുമ്പാമ്പുകളെക്കാളൊക്കെ വലിയ അനാക്കോണ്ടകൾ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുമെന്നും അത് എനിക്ക് ഒത്തിരി പ്രശ്നമായി ഭവിക്കുമെന്നും ഞാൻ ഭയന്നിരുന്നു. എനിക്ക് അത്തരം കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാൻ പോലും പേടിയായിരുന്നു. കല്യാണം കഴിച്ച എൻ്റെ കൂട്ടുകാരി പറഞ്ഞത് ആദ്യമൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്, പിന്നെ അങ്ങ് ശരിയാകുന്നു. പിന്നെ ശരിയായാലും ആദ്യത്തെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടേ മാഡം. അതൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ ചങ്ക് പടപടായിരിക്കും. എനിക്ക് വലിയ പേടിയാണ്. ഞാനെന്ന് വിചാരിച്ചത് ജിമ്മിൽ പോകുന്ന ആണുങ്ങൾക്ക് എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള കഴിവുണ്ട്. അവർ സാധാരണ ആളുകളെ പോലെയല്ല, സാധാരണ ആളുകളാണ് നല്ലതെന്ന്. ഒരു വട്ടം ഞാൻ ഈ കല്യാണോചന മുറുകി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ അവൾ പൊട്ടിച്ചിരിച്ചു. എടി പൊട്ടി, ജിമ്മിൽ പോകുന്നവർക്ക് ശുഷ്കമാവുകയാണ് പതിവ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞു പക്ഷേ അങ്ങനെയല്ല, അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പോൾ അവൾ പറഞ്ഞു അതൊക്കെ ഓരോരുത്തരുടെ പ്രത്യേകതയാണ്, ഓരോ മനുഷ്യർക്കും ഓരോ പ്രത്യേകതയാണ്, നീ എന്താ ഉദ്ദേശിക്കുന്നത്, എല്ലാവർക്കും ഒരുപോലൊന്നുമല്ല എന്ന് പറഞ്ഞ് അവൾ സാങ്കേതികമായ കുറേ കാര്യങ്ങൾ എനിക്ക് വിവരിച്ച് തന്നു. അത് കഴിഞ്ഞിട്ട് കുറേ ഫോട്ടോ ഒക്കെ കാണിച്ച് കണ്ടോ, എല്ലാം ചെറുപ്പം മുതൽ വലിപ്പം വരെ പല രീതിയിലാണ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. എന്തായാലും വീട്ടുകാരുടെ നിർബന്ധം മൂലം എൻ്റെ കല്യാണം നടന്നു. ഭർത്താവ് 2 വർഷമായി കാത്തിരിക്കുകയല്ലേ, ഞാൻ റിജക്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ആദ്യ ദിവസം തന്നെ എന്നോട് ചോദിച്ചു, നീ എന്തിനാണ് എന്നെ റിജക്റ്റ് ചെയ്തതെന്ന്. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല. പുള്ളി ഇനിയെല്ലാം തുറന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കേട്ട് പുള്ളി പൊട്ടിച്ചിരിച്ചു. ഇതൊക്കെ മണ്ടി പെണ്ണുങ്ങളുടെ സ്വഭാവമാണ്, എല്ലാം നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. ആദ്യം ഏകദേശം 1.5 മാസത്തോളം ഭർത്താവ് എന്നെ വേറൊന്നിലേക്ക് നയിച്ചില്ല. എനിക്ക് വേണ്ടി മാത്രം അദ്ദേഹം എല്ലാം ഹൈവേ വികസന പദ്ധതികളിലേക്ക് മാത്രം കടന്നു. എനിക്കത് വിശ്വസിക്കാൻ പോലുമായില്ല. ഒരു പുരുഷന് ഇത്രയും ക്ഷമ കാണുമോ എന്ന് തോന്നി. പിന്നെ ഹൈവേ വികസനമൊക്കെ പൂർത്തിയായ ശേഷമാണ് അതിലേക്കൂടെ ട്രാഫിക് തുടങ്ങിയത്. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ പ്രശ്നമില്ലായിരുന്നു മാഡം. ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ കൂട്ടുകാർ പറഞ്ഞു നിൻ്റെ ഭർത്താവ് എടുക്കലാണ്. എൻ്റെ ഭർത്താവാണെങ്കിൽ ആദ്യമേ തന്നെ ഹൈവേയിലൂടെ വണ്ടി ഓടിച്ചങ്ങ് പോയി, അങ്ങനെ ഭയങ്കര ഡ്രൈവറാണ് എന്ന് പറഞ്ഞു. ഷോ, എൻ്റെ ഭർത്താവ് വന്നാലും എനിക്ക് വേണ്ടി കാത്തിരുന്നല്ലോ, എല്ലാം സ്മൂത്ത്
ഒഴിവാക്കിയല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് ഭർത്താവിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നീടില്ലേ മാഡം, ഞാനും എല്ലാം പഠിച്ചെടുത്തു. ഭർത്താവിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ പോലും ഞാൻ അങ്ങോട്ട് ചെല്ലും, വാ മനുഷ്യ അങ്ങോട്ട് എന്ന് പറഞ്ഞ് അത്രയ്ക്ക് രസകരമായിരുന്നു ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം. ആദ്യത്തെ 2 വർഷം കുട്ടികൾ വേണ്ടാന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. പ്രായം ഇത്തിരി കൂടുതലാണെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് പിന്നീട് മതി, 2 വർഷം നമ്മുടെ ഇഷ്ടമെന്ന് പറഞ്ഞു. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും കുട്ടികൾ വേണമല്ലോ എന്ന് വിചാരിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അത് നടന്നില്ല. പിന്നീട് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അന്ന് ഭർത്താവിന് കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല. പിന്നെ 1 വർഷം കഴിഞ്ഞിട്ടും ഒന്നും ആകുന്നില്ല മാഡം. അങ്ങനെ നോക്കിയപ്പോഴാണ് ഭർത്താവിന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, കാര്യം ശരിയായ രൂപഘടനകളൊന്നുമില്ല എന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി. അപ്പോൾ കുട്ടികളുണ്ടാകാൻ ഇത്തിരി പാടാണ്, ഉണ്ടായാലും എന്തെങ്കിലും വൈകല്യമുള്ള കുട്ടികളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആദ്യത്തെ ഒരു ഡോക്ടർ പേടിപ്പിച്ചു. ഞങ്ങൾ വലിയൊരു ഹോസ്പിറ്റലിൽ പോയി. 5 ലക്ഷം 10 ലക്ഷം ഇങ്ങനെ ചിലവായിക്കൊണ്ടിരുന്നു. ഒരു ഗുണവും ഉണ്ടായില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, തൽക്കാലം നമുക്കിനി പണം ഉടനെയൊന്നും ചിലവാക്കണ്ട, ഞാൻ ബിസിനസ്സിൽ ശ്രദ്ധിക്കട്ടെ, കുട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടായിക്കോളും, ഇനിയിപ്പോൾ പണം മുടക്കാൻ വയ്യ. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇവിടുത്തെ ആൾക്കാരുടെ ചോദ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാം, നമുക്ക് കൊച്ചി സൈഡിലേക്ക് മാറാം, അവിടെ ഫ്ലാറ്റ് എടുത്ത് താമസിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഭർത്താവ് കൂടെ വന്നത്. പക്ഷേ എവിടെ ചെന്നാലും ഭർത്താവ് ജിമ്മിൽ പോകുമല്ലോ, അതിന് മാറ്റമില്ല. വീട്ടിൽ ചില വ്യായാമ ഉപകരണങ്ങളൊക്കെ വാങ്ങി വെച്ച് തന്നിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. കല്യാണം കഴിച്ചതിൽ പിന്നെ എൻ്റെ ഗ്ലാമറും എൻ്റെ ശരീരവടവും ഒത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. ഇപ്പോൾ പണ്ടത്തേക്കാൾ സുന്ദരിയാണെന്ന് എല്ലാവരും പറയും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും ഭർത്താവിൻ്റെ ചില ബിസിനസ് സുഹൃത്തുക്കളും പിന്നെ ജിമ്മിൽ പുതുതായിട്ട് കണ്ട ആൾക്കാരുമൊക്കെ ഉച്ചയ്ക്ക് വരും, മാഡം ഞാൻ നന്നായി ഭക്ഷണം ഉണ്ടാക്കും, അത് കഴിക്കാൻ വേണ്ടിയാണ് വരുന്നത്. അങ്ങനെ ചിലരൊക്കെ ഞങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളായി അവിടെ. ഒരു ദിവസം ഭർത്താവ് രാത്രി കിടക്കാൻ നേരത്ത് പറഞ്ഞു, എടി ജിതിൻ എൻ്റെ കൂടെ വന്നില്ലേ? ഞാൻ പറഞ്ഞു, ആ വന്നു. എന്താ, അവനെന്തിന് പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. അവനാണെങ്കിൽ ഇന്ന് ഞങ്ങൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു. എന്താ ചേട്ടാ? എടി ഫസ്റ്റ് ഫ്ലോർ താമസിക്കുന്ന ഒരു ആൻറ്റി, കുട്ടികളൊന്നുമില്ല, പിന്നെ ഭർത്താവുമില്ല, തന്നെയാണ് താമസിക്കുന്നത്. ആ ആൻറ്റി നിൻ്റെ കൂടെ രാവിലെ ചിലപ്പോഴൊക്കെ യോഗയ്ക്ക് വരാറില്ലേ? ആ ഉണ്ട്, ഗീത എന്ന പേര്. പിന്നെ പുള്ളിക്കാരുടെ മകളെ നേഴ്സിംഗ് മറ്റും പഠിക്കുകയാണ്. ഭർത്താവില്ല, മരിച്ചു പോയതാണ് കേട്ടോ. പുള്ളി വലിയ എന്തോ ഉദ്യോഗസ്ഥനും മറ്റോ ആയിരുന്നു. എടി നിനക്കൊരു കാര്യം അറിയാമോ? എനിക്കെങ്ങനെ അറിയാം? നിങ്ങൾ പറഞ്ഞു, ഇതിനെന്താ പറഞ്ഞത്? എടി അവൻ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ 2 വട്ടം അവരുടെ ഫ്ലാറ്റിൽ വരാറുണ്ട്. നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്താ? അത് തന്നെ, ജിതിന് അവരെ ഭയങ്കര ഇഷ്ടമാണ്. ആ ചെക്കന് 23 വയസ്സോ 24 വയസ്സല്ലേ ഉള്ളൂ. എടി അതൊക്കെ എങ്ങനെ കിടക്കും? പക്ഷേ അവർ രണ്ടിനും കൂടെ ഏകദേശം പ്രണയം പോലെയാണ്. ബെസ്റ്റ്, അവരുടെ മകനാകാൻ പ്രായമുള്ള ചെക്കനെയാണോ പ്രണയിക്കുന്നത്? പ്രണയത്തിന് അങ്ങനെ കണ്ണും മൂക്കും വാലും ഒന്നുമില്ലടി. അതുമാത്രമല്ല അവന് നല്ല പ്രയോജനമുണ്ട്. നിങ്ങൾ എന്തായി പറഞ്ഞത്? എടി ആ ചെക്കൻ വരുന്ന ദിവസമൊക്കെ കാശ് അള്ളി അള്ളി എടുത്ത് ഈ പെൺപിള്ള കൊടുക്കും. ഇഷ്ടംപോലെ പൂത്ത കാശുണ്ട്. അവരുടെ ഭർത്താവ് വലിയ നിലയിലുള്ള ഒരാളാണ്. ഇതുപോലെ 10 ഫ്ലാറ്റുകൾ വാങ്ങാനുള്ള കാശ് അവരുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. കോടീശ്വരിയാണ്. മോടെ വഴിക്ക് പോയിരിക്കുകയാണ്. ആ കൊച്ചിന് അവളുടെ അച്ഛൻ നേരത്തെ കോഴികൾ ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ നേഴ്സിംഗ് പഠിക്കാൻ പോയി. എന്നിട്ട് ഇപ്പോൾ അവളുടെ ഇഷ്ടത്തിന് നടക്കുകയാണ്. അമ്മയുമായിട്ടിപ്പോൾ നല്ല ടീംസ് അല്ല. അത് ശരിയാ, മോളെ പറ്റിയൊന്നും പറഞ്ഞും കേട്ടിട്ടില്ല, അവിടെ ആരെയും കണ്ടിട്ടില്ല. എന്തായാലും അവന് ബന്ധമുണ്ട്. നിങ്ങളിപ്പോൾ ഇത് പറയാൻ കാര്യം എന്താ? എടി അവൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. നീ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിലും ഏകദേശം അങ്ങനെ തന്നെയാണ്. അതെന്താ ഏകദേശം അങ്ങനെ? എടി അവർക്കില്ലേ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അതായത് ജിതിനും അവരും തമ്മിലുള്ള ബന്ധം മറ്റൊരാൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ദൃക്സാക്ഷിയാകുന്നത് അവർക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതവർക്ക് ലഹരി കൂടുതൽ പകർന്നു നൽകുമത്രേ. അപ്പോൾ ജിതിനോട് കുറേ നാളായിട്ട് അവർ പറയുകയാണ്, വിശ്വസ്തരായ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ റൂമിലേക്ക് ഒന്ന് കൊണ്ടുചെല്ലണം. വേറൊന്നിനുമല്ല, കണ്ടുകൊണ്ട് അവർക്ക് പ്രോത്സാഹനം കൊടുത്താൽ മതി. അപ്പോൾ അവർക്ക് വല്ലാത്ത ലഹരിയാണ്. അതുമാത്രമല്ല, വിശ്വസ്തരായ കപ്പിൾസ് ആരെങ്കിലും അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ ബെഡ്റൂമിൽ അവർ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇവർ കണ്ടാലും ഇവർക്ക് ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെയുള്ള പല ഫാൻറ്റസികളും അവർക്കുണ്ട്. അത് ജിതിനോട് കുറേ കാലം കൊണ്ട് പറയുകയാണ്. പക്ഷേ ജിതിൻ പറഞ്ഞു, അങ്ങനെ വിശ്വസിച്ച് കയറ്റാവുന്ന ആരുമില്ലാത്തത് കൊണ്ടും അതേപോലെ നല്ല ഫ്രണ്ട്ഷിപ്പ് തോന്നിയ ആരുമില്ലാത്തത് കൊണ്ടും അവൻ ഇതുവരെ അത്തരം കാര്യങ്ങൾ ആരോടും പറഞ്ഞില്ല. പക്ഷേ എന്നോടടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അവൻ ഇത്രയും കാലമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് അവരുടെ അടുത്ത് ഒന്ന് കൂട്ടിരിക്കാൻ പോകാമോ, ഒന്ന് ദൃക്സാക്ഷിയാകാൻ പോകാമോ എന്ന് അവൻ എന്നോട് ചോദിച്ചു. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, ചേച്ചിക്ക് താല്പര്യമുണ്ടെങ്കിൽ
ചേച്ചിയും ചേട്ടനും കൂടെ വാ, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരെയും കൂടെ അവിടെ ഞാനും എൻ്റെ ഗീതമോളും കൂടെയുള്ള രംഗങ്ങൾ കണ്ട് ഒന്ന് പ്രോത്സാഹിപ്പിക്കൂ. ചേച്ചിയെ കണ്ടിട്ട് നല്ല മോഡേൺ ആണെന്ന് തോന്നല്ലോ. ചേട്ടൻ ഒറ്റയ്ക്കാണെങ്കിലും വാ, ഇല്ലെങ്കിൽ ചേച്ചിയോട് പറഞ്ഞിട്ട് ചേച്ചിയും ചേട്ടനും കൂടി വാ എന്ന് അവന് പറഞ്ഞെന്നാണ് ഭർത്താവ് വന്ന കഥ പറഞ്ഞത്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്? ആ ചെക്കന് നിങ്ങളും കൂടെ അന്യ പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അവന് ബന്ധമുണ്ടെങ്കിൽ അവൻ പോയിക്കോട്ടെ, അവൻ കാശ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടെ. നിങ്ങളെന്തിനാണ് അവനെ പ്രോത്സാഹിപ്പിക്കാനും അവൻ്റെ സ്വപ്നങ്ങൾ കേൾക്കാനും ഫാൻറ്റസിക്ക് കൂട്ടു നിൽക്കാമെന്ന് പറഞ്ഞത്? ഇടി, അങ്ങനൊന്നുമില്ല. ഞങ്ങൾ വിശദമായിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടനോട് മാത്രമാണ് എൻ്റെ രഹസ്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത്. പിന്നെ നിങ്ങളെ കണ്ട ഉടനെ തന്നെ രഹസ്യങ്ങൾ തുറന്നു പറയാൻ നിങ്ങൾ ആര്? സൈക്കാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ വല്ലമാണോ? നിങ്ങൾ രണ്ടുപേരെയും കൂടെ ഇങ്ങനെ അന്യ പെണ്ണുങ്ങളുടെ കാര്യവും ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. എനിക്ക് നിങ്ങളുടെ കാര്യം അറിയാം, നിങ്ങൾ നന്നായിട്ട് ഇളക്കമുള്ള ആളാണ് എന്ന് പറഞ്ഞ ഭർത്താവുമായിട്ട് അന്ന് ഞാൻ വഴക്കുണ്ടാക്കി. എന്നിട്ട് നിങ്ങൾ അവസാനം എന്ത് പറഞ്ഞു? നിങ്ങൾ ചെല്ലാമെന്ന് പറഞ്ഞോ, അതോ എന്നെ വിളിച്ചുകൊണ്ട് ചെല്ലാമെന്ന് പറഞ്ഞോ? ഇല്ല, അവൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചിയെ കണ്ടു കഴിഞ്ഞാൽ മോഡേൺ ആകാൻ തോന്നുമെങ്കിലും തനി നാടനാണ്, പഴഞ്ഞ സ്വഭാവമാണ് ചേച്ചി. പിന്നെ ഞാൻ എൻ്റെ കൂടെ കൂടിയ പിന്നെ നല്ല രീതിയിൽ മോഡേൺ ആക്കി വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞതെന്നും. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കും ആഹാ, നിങ്ങൾ പറഞ്ഞു ഞാൻ പഴഞ്ചനാണെന്നും. പിന്നെ നീ പഴഞ്ചനല്ലേ? എടീ, ഇപ്പോഴത്തെ കാലത്തെ ഭാര്യ ഭർത്താക്കന്മാർ പണ്ടത്തെ പോലെ അയ്യോ എൻ്റെ ചേട്ടൻ എങ്ങും പോകരുത്, ഞാനാണെങ്കിൽ എങ്ങും പോകില്ല എന്ന് പറഞ്ഞൊന്നും ഇരിക്കുകയല്ല. എല്ലാവരും അണ്ടർസ്റ്റാൻഡിംഗ് ആയി ഒത്തിരി ഒത്തിരി രസങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ എന്താ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി, കുട്ടികളില്ല, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, പണം പോകുന്നു, കുട്ടികളുണ്ടാകുന്നില്ല, എന്നും പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും മാത്രം. അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നത്. ഇനിയും നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴയ കഥകളൊക്കെ പറഞ്ഞ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിലെ പോലെ അയ്യോ എൻ്റെ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് നടക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് എൻജോയ് ചെയ്ത് കൂടെ? അപ്പോൾ നിങ്ങളെന്നെ വിളിച്ചുകൊണ്ട് കൊച്ചി വന്നത് ആ ഉദ്ദേശമാണ്. നാട്ടിൽ നിന്ന് നടക്കില്ല. ഇവിടെ വരുമ്പോൾ ഒരുമിട്ടിറങ്ങുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, അവരുടെ കൂടെ കൂത്തടിക്കാം. വന്നപ്പോഴേ അയാൾ ജിമ്മ് നോക്കിപ്പോയി. അവിടെ നിന്നൊരു ചെറുക്കനെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കിട്ടി. എത്ര പെട്ടെന്ന് അടുത്തത്. നിങ്ങളെല്ലാം കള്ളന്മാർ, ഈ ജിമ്മിൽ പോകുന്നവർ വിശ്വസിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ശരി, അവനും പറഞ്ഞത് നിന്നോട് പറഞ്ഞത് എൻ്റെ തെറ്റ്, എനിക്ക് നിന്നോട് പറയാതെ രഹസ്യമായിട്ട് അങ്ങ് പോയാൽ മതിയായിരുന്നല്ലോ. എങ്കിൽ ഒരു കുഴപ്പമില്ല. ആ സ്ത്രീയാണെങ്കിൽ ക്യാഷ് നന്നായി തരും, എനിക്കാണെങ്കിൽ ബിസിനസ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അവരടുത്ത് പോയി ജിതിൻ്റെ കൂടെ ചേർന്നങ്ങ് പ്രവർത്തിച്ചാൽ മതിയെന്ന്. അത് കിട്ടി കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിനെ ഞാൻ പിച്ചി. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഭർത്താവ് പറഞ്ഞതിൽ എന്തോ ഒരു പോയിൻ്റ് ഉണ്ടെന്ന് പിന്നീട് എനിക്ക് തോന്നി. പിന്നെ ഞാൻ ഭർത്താവിനോട് ചോദിച്ചു, ഇന്ന് പോയോ ഗീതയുടെ അവിടെ? ഞാനങ്ങ് പോയില്ല, ഉള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നില്ലേ എന്ന്. പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, ജിതിൻ അയച്ചു തന്നതാണ്. അവർ തമ്മിലുള്ള ബന്ധം എത്ര മനോഹരമാണെന്ന് നോക്കിക്കേ, എത്ര എൻജോയ്മെൻ്റാണ് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ കാണിച്ചു തന്നു. ദൈവമേ, രാവിലെ വരുമ്പോൾ വളരെ സുന്ദരിയും പക്വമതിയായ ഒരു സ്ത്രീ. പക്ഷേ വീഡിയോയിൽ കൊച്ചു പയ്യനെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും കണ്ണും വായും മൂക്കും ഒക്കെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും, അയ്യോ ഇവർക്ക് എന്താ പട്ട് പിടിച്ചോ എന്ന്. അത്രയ്ക്കും എടുത്തുചാട്ടമുള്ളൊരു സ്ത്രീ. കാണുന്ന പോലെയല്ല ഒരു മനുഷ്യരും. അപ്പോൾ ഹസ്ബൻഡിനോട് ചോദിച്ചു, അല്ല നീ ഒരുങ്ങിക്കെട്ട് നടക്കുന്നു, ഇങ്ങനെയോരോ കാര്യങ്ങളൊക്കെ പറയുന്നു, യഥാർത്ഥത്തിൽ രാത്രിയാകുമ്പോൾ നിൻ്റെ സ്വഭാവം മാറില്ലേ? എന്നേക്കാൾ കൂടുതൽ താല്പര്യം നിനക്കല്ലേ എന്ന് ചോദിച്ചു. അതിപ്പോൾ സമ്മതിക്കാത്ത തരമില്ല. കാര്യം ഇപ്പോൾ ഭർത്താവിനേക്കാൾ കൂടുതൽ തന്ത്രങ്ങൾ അറിയാവുന്ന എനിക്കാണല്ലോ. ഞാൻ പറഞ്ഞപ്പോൾ മനുഷ്യ, ഞാൻ നിങ്ങളോടല്ലേ ഉള്ളൂ. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിന്നെപ്പോലെയുള്ള ആ സ്ത്രീയും. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അല്ല, അവർക്ക് ജിതിനോട് മാത്രമുള്ള താല്പര്യം എന്നിട്ടാണോ നിങ്ങളെ വിളിച്ചത്? എടി, അത് കാണാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഇപ്പം നീ ഞാനും കൂടെ ചെല്ലുക, കാണുക. ഇനി അവരവിടെ ഇരിക്കുമ്പോൾ നമ്മൾ തമ്മിൽ സ്നേഹം പ്രകടിപ്പിക്കുക, അതവർ കാണും. അല്ലാതെ അവർക്ക് എന്നെ ആവശ്യമില്ല. അവർക്ക് പ്രണയം ജിതിനോടാണ്. ആഹാ, പ്രണയമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഷോ നടത്തുകയാണ് ചെയ്യുന്നത്. എടി, ഇതൊക്കെ ഒരു ഫാൻറ്റസിയാണ്. ഇപ്പോൾ നീ ഇന്ന് രാത്രിയിൽ ഒരു നർത്തകിയായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ഞാനത് കാണാൻ വരുന്ന ആൾ. അങ്ങനെ ഒരു ദിവസം ഒരു റോള് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഞാൻ ഡോക്ടറാകാം, നീ നേഴ്സാകാം, അല്ലെങ്കിൽ ഞാൻ വേലക്കാരനാകാം, നീ അവിടുത്തെ കൊച്ചുമ്മയാകാം. ഇങ്ങനെ പല രീതിയിലുള്ള റോളുകളും ആടിത്തിമിറക്കുമ്പോഴാണ് ഒരു രസം വരുന്നത്. അല്ലെങ്കിൽ എന്താ, ഒരേ മുറി, ഒരേ ഇടം, ഒരേ രീതി, എന്താ അതിൽ ഒരു കാര്യമില്ല. ഇപ്പോൾ നാളെ ഞാൻ വരുമ്പോൾ നീ മഹാരാജാവേ അകത്ത് വന്നാലും അടിയൻ കാത്തിരിക്കുന്നു എന്ന് പറയണം.
മഹാറാണി അന്തഃപുരത്തിലേക്ക് കടക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും നീ ആനയിച്ചെന്നെ കൊണ്ടുപോകണം. ഇത്തിരി കഴിയുമ്പോൾ നീ പറയണം, തിരുമനസ്സേ പടവാളെടുത്ത് പൊരുതൂ, യുദ്ധമുഖത്തിലേക്ക് ഇറങ്ങൂ, പടവാളുകൾ കൂട്ടിമുട്ടി ശബ്ദമുണ്ടാക്കൂ എന്ന് പറയണം. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ മനുഷ്യ, വല്ലാത്ത കുഴപ്പമാണല്ലോ. അതിന് അവർ തമ്മിൽ ഇവിടെ റോളൊന്നും ചെയ്യുന്നില്ലല്ലോ, അവർ സാധാരണ പോലെയുള്ള വീഡിയോ അല്ലേ. ഇടേ അങ്ങനല്ലേ ഞാൻ പറഞ്ഞേ, ഫാൻറ്റസിയുടെ കാര്യം പറഞ്ഞതാണ്. ഈ ഫാൻറ്റസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുണ്ട്. അവൻ നമുക്ക് തന്ന വീഡിയോയിൽ അതില്ലെങ്കിലും ചില സമയത്തില്ലേ അവരാണെങ്കിൽ ഇങ്ങനെ കച്ച കെട്ടി പഴയ രാജകൊട്ടാരത്തിലെ തമ്പുരാട്ടിയായിട്ട് നിൽക്കും. ആ സമയത്ത് അവൻ തമ്പുരാനാണ്. ഓ അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ടടി, അവനെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. എന്ന് ജിമ്മി പോകുന്നത് അവൻ്റെ ഈ കഥ കേൾക്കാനാണ്. സത്യം പറ മനുഷ്യ, നിങ്ങൾ അവൻ്റെ കൂടെ പോയിട്ടല്ലേ ഈ വീഡിയോ എടുത്തത്? ഈ വീഡിയോ പിന്നെ ആരാ എടുത്തത്? സത്യം പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എനിക്ക് സത്യം പറയാൻ മനസ്സില്ല, ചിലപ്പോൾ പോയി കാണും, വീഡിയോ എടുത്ത് കാണും, നീ നിന്റെ പാട് നോക്ക് എന്ന് പറഞ്ഞ് ഭർത്താവ് ഇറങ്ങിപ്പോയി. എനിക്കത് വിഷമമായി. പിന്നെ 2-3 ദിവസം ഞാൻ അടുത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി ഒന്നിനും സമ്മതിച്ചില്ല. ഒരു ദിവസം ഞാൻ ചോദിച്ചു, ചേട്ടാ എന്ത് വേണം ഞാൻ എന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നീ ഒന്ന് മനസ്സിലാക്കിയാൽ മതി, എന്തായാലും നമ്മളുടെ ജീവിതം കുളമാണ്. ഞാൻ പറഞ്ഞല്ലോ, രസത്തിൻ്റെ തന്ത്രം നമുക്ക് വേണം. ശരി, ഒരു കുഴപ്പമില്ല, ഞാൻ നിങ്ങളുടെ വരാം. ഞാനങ്ങ് തീരുമാനിച്ചു, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഗീതയുടെ വീട്ടിൽ പോകാം. ജിതിനോട് പറ ഞങ്ങൾ രണ്ടുപേരും കാണാൻ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഹസ്ബൻഡ്, ഉള്ളതാണോ നീ പറഞ്ഞത്? എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇറങ്ങാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് നാണോ മാനമില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ എന്ന് ഞാനും പറഞ്ഞു. മാഡം ഭർത്താവിന് പിണക്കുവാണെങ്കിൽ പിന്നെ ഭാര്യയ്ക്ക് കുഴപ്പമല്ലേ, രണ്ടുപേരും കൂടെ ഒന്നിച്ച് പോകാം, ഒരേ ഇഷ്ടമാണ്, ഹസ്ബൻഡ് കൂടെ ഉണ്ടല്ലോ, പിന്നെ ഞാനായിട്ട് എന്തിനാ മസിൽ പിടിക്കുന്നേ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസം ജിതിനെ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ജിതിൻ എൻ്റെ മുന്നിൽ വെച്ച്, ചേച്ചിക്ക് ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയത്, നാടൻ മനസ്സാണെന്ന് ചേട്ടനാണ് പറഞ്ഞത്. എന്ത് ചെയ്യാനാ ജിതിനെ, എല്ലാം മാറ്റണം, ചേട്ടൻ പറഞ്ഞതോട് ഞാൻ മാറ്റാൻ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ജിതിൻ ഞങ്ങളെ വിളിച്ച് ഗീത എടുത്ത് കൊണ്ടുപോയത്. ഗീത ചേച്ചി ഞങ്ങളെ സ്വീകരിച്ചു. നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് പണ്ടേ ഇഷ്ടമാണ്, നല്ല ജോഡികളാണ്, പിന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആൾക്കാരെയാണ് നമുക്ക് ആവശ്യം. ജിതിൻ പറഞ്ഞല്ലോ, ഇത്തരം ഫാൻറ്റസികളൊക്കെ എനിക്കാണ് കൂടുതൽ, അവനത്ര നിർബന്ധമൊന്നുമില്ല, പക്ഷേ എനിക്കിതൊക്കെ ഒത്തിരി കൂടുതലാണ്. എൻ്റെ ഭർത്താവിനോടുള്ള ജീവിതമോ അത്ര രസകരമായിരുന്നില്ല. എങ്കിൽ പിന്നെ ഈ ജീവിതം രസകരമാക്കാം, അതിനാണ് നിങ്ങളെ വിളിച്ചത്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ അതിരുകളും മതിലുകളും ഇല്ലാത്ത ഒരു ബന്ധമായിരിക്കണം, നല്ല കൂട്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അന്ന് ഞങ്ങൾ അതിര് കടന്ന് പല കാര്യങ്ങളും ചർച്ച ചെയ്തു. ഒരു 2-3 മണിക്കൂർ ചർച്ച കഴിഞ്ഞ ശേഷമാണ് ജിതിനും ഗീതാൻ്റെയും തമ്മിലുള്ള രസകേളികൾ തുടങ്ങിയത്. പക്ഷേ മാഡം, ഞാൻ വിചാരിച്ചതിനേക്കാൾ നയനമനോഹരമായിരുന്നു കാര്യങ്ങൾ. കാരണം ഞാനത് അത്ര വലിയ കാര്യമായിട്ട് നിരത്തിയെടുത്തിട്ടില്ല. പക്ഷേ നമ്മുടെ കൺമുന്നിൽ നടമാടുന്ന ജോഡികളെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം മനസ്സിലുണ്ടാവുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഹസ്ബൻഡും ചെറിയ ചെറിയ സ്നേഹപ്രകടനങ്ങൾ കൈമാറി അവർക്ക് ഒരു കമ്പനി കൊടുത്തു. പക്ഷെ പിന്നീട് ഒത്തിരി ദിവസങ്ങൾ അത് ആവർത്തിച്ചു. ഗീതാന് ഞങ്ങളോട് കൂടുതലെടുത്തു. ഞങ്ങൾക്കിടയിൽ അതിർവരമ്പുകൾ ഒന്നുമില്ലാതായി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും എക്സ്പെൻസീവായിട്ടുള്ള വളരെ വലിയ ഗിഫ്റ്റുകളൊക്കെ ഗീത സമ്മാനിക്കാൻ തുടങ്ങി. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതലെടുത്തു. പക്ഷേ പിന്നീട് ഒരു ദിവസം ഗീത തന്നെയാണ് ഒരു നിർദ്ദേശം വെച്ചത്. ഇത്രയും അടുത്തല്ലോ, ഇനിയിപ്പം നമുക്കൊരു മാറ്റച്ചുരിക മാറിയുള്ള അങ്കത്തട്ടായാലോ എന്ന്. എൻ്റെ ഹസ്ബൻഡിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്നും ജിതിനെ എൻ്റെ അടുത്തേക്ക് ചേർത്തിരുത്താനുമുള്ള ഒരു സംഗതിയാണെന്ന് മനസ്സിലായി. പക്ഷേ ആ സമയത്ത് എന്തോ അതിലെ പ്രശ്നങ്ങളൊന്നും ഞാൻ തിരിച്ചറിഞ്ഞില്ല. ഞാനതിന് സമ്മതം കൊടുത്തു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ഒരുമിച്ച് കളിയോടെ തുഴഞ്ഞ് കാണാത്ത കായലിലേക്ക് പോയി മാഡം. അത് പിന്നെയും ഒരു തുടക്കമായിരുന്നു, വെറൈറ്റിയുടെ തുടക്കം. ഞങ്ങൾ 4 പേരും ഒരുപോലെ വളരെയധികം സന്തോഷവാന്മാരായി സന്തോഷവതികളായി മുന്നോട്ട് പോകുന്ന ഒരു നിമിഷമാണ്. പക്ഷേ സുരക്ഷാ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പാലിച്ചുകൊണ്ടാണെന്ന് മാത്രം. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിനിടയ്ക്ക് ഗീതയാണ് എന്നോട് പറഞ്ഞത്, മോളെ ഒരു കാര്യം ചെയ്യേ, കുട്ടികളുണ്ടാകാൻ പ്രയാസമാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ജിതിന് നിന്നെ ഒത്തിരി സഹായിക്കാൻ പറ്റും. നീ ഒരു കാര്യം ചെയ്യേ, നിൻ്റെ ഭർത്താവിനോട് പറയണ്ട. ജിതിനുമായിട്ട് നിനക്ക് നല്ല മാനസിക അടുപ്പമുണ്ടല്ലോ. അവൻ പോയി കഴിയുമ്പോഴേക്കും നീ ഇങ്ങോട്ട് വാ. ജിതിൻ വരും. അവൻ നിനക്ക് വേണ്ടി പൂക്കാലം ഒരുക്കിത്തരും. നിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറും. നിൻ്റെ വീട്ടുകാരുടെ മുന്നിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഗത്തായിട്ട് നടക്കും എന്ന് ചേച്ചി പറഞ്ഞു. ആദ്യമൊന്നും ഞാൻ സമ്മതിച്ചില്ലെങ്കിലും ചേച്ചി നിർബന്ധിച്ചു. അപ്പോൾ ഹസ്ബൻഡ് ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴേക്കും ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പോൾ ജിതിനും വരും. അങ്ങനെ ചേച്ചിയാണ് എൻ്റെ പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടാക്കി തന്നത്. എൻ്റെ ഹസ്ബൻഡിന് അതറിയുകയില്ല. എൻ്റെ വീട്ടുകാർ, അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ, അദ്ദേഹമൊക്കെ സന്തോഷത്തിലാണ്. ഞാനിപ്പോൾ തിരിച്ച് എൻ്റെ വീട്ടിലാണ്.
പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് കാര്യം അറിയില്ലല്ലോ, അദ്ദേഹത്തെ വഞ്ചിച്ചു എന്നുള്ളൊരു മനോവിഷം എനിക്കിപ്പോൾ ഒത്തിരിയുണ്ട്. ഗീത എന്നെ വിളിക്കാറുണ്ട്, അപ്പം പറയും നീ അത് ശ്രദ്ധിക്കുകയേ വേണ്ട, സമാധാനമായിട്ട് ഇരിക്കൂന്ന്. പക്ഷേ എൻ്റെ മനസ്സിൽ സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്നില്ല മാഡം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൊള്ളാം. ആദ്യം ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു സൗഹൃദ വലയത്തിലേക്ക് ഇറങ്ങാനും ചുറ്റിക്കളിക്കും മടിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഭർത്താവ് അറിയാതെ ചേച്ചി പറഞ്ഞതനുസരിച്ചിട്ട് ജിതിനെ വിളിച്ചു വരുത്തി കുതന്ത്രങ്ങൾ മെനഞ്ഞപ്പോഴും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പം അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴാണ് കുഴപ്പവും കുറ്റബോധവും ഒക്കെ. അപ്പം ഇതിലൊന്നും വലിയ അർത്ഥമില്ല. നിങ്ങളുടെ കുറ്റബോധത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടല്ലോ, എല്ലാം കാര്യം. എന്തായാലും അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഭിനയിച്ച് മുന്നോട്ട് പോവുക. ഇനിയെങ്കിലും തരികടകൾക്ക് പോകാതിരിക്കുക എന്നുള്ളൊരു തീരുമാനം എടുക്കുക എന്നുള്ളതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? കുഞ്ഞ് ഇതിപ്പോൾ ആരുടെ ആണെങ്കിലും ജനിച്ചു കഴിഞ്ഞാൽ സന്തോഷത്തോടെ വളർത്തുക, അതിനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇനി യാദൃശ്ചികമായിട്ട് ഹസ്ബൻഡ് എന്തെങ്കിലും സംശയം പ്രകടിപ്പിക്കുകയാണ് ആഫ്റ്റർ ഇതുപോലെ കുഞ്ഞിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അപ്പോൾ എന്തെങ്കിലും പ്രശ്നം പറയുകയാണ്, ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ പറയണം ചുമ്മാതിരി തന്നെ ഇതിലേക്ക് പിടിച്ചിട്ടത് നിങ്ങളാണ്. അപ്പോൾ ചിലപ്പം എത്ര സുരക്ഷ നോക്കിയെന്ന് പറഞ്ഞാലും അബദ്ധങ്ങൾ പറ്റാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മേലിൽ എൻ്റെ തൊഴിൽ കയറിയേക്കരുത്. നമുക്ക് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു. എന്തായാലും ഇത്രയും അഡ്ജസ്റ്റ് ചെയ്ത ഭർത്താവ് ഇതിൽ സംശയിക്കുമെന്നോ പ്രശ്നം ഉണ്ടാക്കുമെന്നോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ വിസ്തരിക്കാതെ നിങ്ങളിത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. പിന്നെ കൂടുതൽ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക, അതായിരിക്കാം ഏറ്റവും നല്ല തീരുമാനം. അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല.